ആലപ്പുഴയിൽ വീണ്ടും അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച യുവാക്കൾ. കെ.പി. റോഡിലാണ് സംഭവം. ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്ന ഉടനെ തന്നെ ഗതാഗത വകുപ്പ് ബന്ധപ്പെട്ട വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഒരാഴ്ച മുൻപ് ഇതുപോലൊരു സാഹചര്യത്തിൽ ഇന്നോവ കാറിൽ യുവാക്കൾ യാത്ര ചെയ്തിരുന്നു. അതിൽ RTO കൃത്യമായ നടപടി സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഷാജഹാനാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. ഗുഡ് മോർണിംഗ് ഷാജഹാൻ. മോർണിംഗ് കാവ്യ. എന്താണ് വീണ്ടും റോഡിൽ അഭ്യാസ പ്രകടനം ഒരാഴ്ചയുടെ ഇടവേളയ്ക്ക് ശേഷം? ആരാണിത് ചെയ്തത്? ഗതാഗത വകുപ്പ് ഇപ്പോൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു ദൃശ്യം പ്രചരിച്ചത്. നമുക്കറിയാം, സാധാരണഗതിയിൽ ചെറുപ്പക്കാർ ഇങ്ങനെ വാഹനത്തിൽ ഇപ്പോൾ പുറത്തേക്ക് തലയും അതോടൊപ്പം തന്നെ ശരീരഭാഗങ്ങളൊക്കെ ഇട്ട് യാത്ര ചെയ്യുന്ന പതിവ് കാഴ്ചയാണ്. കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസത്തിനിടയ്ക്ക് 3 സംഭവങ്ങളാണ് ഇപ്പോൾ ഇതോടെ കൂട്ടി കായംകുളത്തും അതോടൊപ്പം തന്നെ മാവേലിക്കലിലും സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കായംകുളം പുനലൂർ റോഡിൽ സമാനമായ രീതിയിൽ യാത്ര ചെയ്തവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അവരെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അപകടത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്നവർക്ക് പരിചരണത്തിനായിട്ട് ഏതാണ്ട് 3-4 ദിവസത്തേക്ക് അവരെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞു. അവർക്കുള്ള ശിക്ഷ അത്രത്തോളം ശിക്ഷ മാത്രമാണ് നൽകിയ. കാര്യം അവരാരും പ്രായപൂർത്തിയാകാത്ത കുട്ടികളായതുകൊണ്ട് അങ്ങനെ ഒരു നിയമമാണ് ആർടിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസം വീണ്ടും സമാനമായ രീതിയിൽ ഒരു കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ വാഹനം കസ്റ്റഡി എടുത്തിരിക്കുന്നു. അവരെയും ഈ വാഹനത്തിൽ സഞ്ചരിച്ചവരെയും കസ്റ്റഡി എടുത്തിട്ടുണ്ട്. അവർക്കുള്ള നടപടികൾ, മറ്റ് തുടർ നടപടികൾ ഇന്നുണ്ടാകും. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ സംഭവം RTOയുടെ, അതായത് ഗതാഗത വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതും അതിനുശേഷം ഉദ്യോഗസ്ഥർ അടിയന്തരമായി വാഹനം കസ്റ്റഡിയെടുക്കുകയും ചെയ്തത്. പ്രതികളൊക്കെ തന്നെ ഒളിവിലാണ്. അവരെ ഇന്ന് രാവിലെ തന്നെ അവരെയൊക്കെ തന്നെ കസ്റ്റഡിയിലെടുക്കുമെന്നാണ് ഗതാഗത വകുപ്പ് ഇപ്പോൾ നമ്മെ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ കെ.പി. റോഡിന്റെ ഒക്കെ ഒരു സാഹചര്യം പൊതുവെ വലിയ തിരക്കാണ്. അതിൽ രാവും പകലും വ്യത്യാസമൊന്നുമില്ലാതെ അത്രത്തോളം വലിയ തിരക്കുള്ള റോഡാണ്. അവിടെയാണ് ഈ അഭ്യാസ പ്രകടനമൊക്കെയും നടത്തുന്നത്. കൃത്യമായൊരു ബോധവൽക്കരണം അതൊക്കെ യുവാക്കൾക്ക് നൽകുന്നുണ്ടോ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ? സമാനമായ സാഹചര്യങ്ങൾ തുടർച്ചയായ ദിവസങ്ങളിൽ ഇത് ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഞായറാഴ്ച ദിവസങ്ങളിലാണ്. വിവാഹാനന്തരം പാർട്ടി കഴിഞ്ഞ് പോകുന്ന ചെറുപ്പക്കാരെയാണ് സാധാരണ ഇത്തരത്തിൽ കാണുന്നത്. ഇതൊക്കെ തന്നെ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. പക്ഷേ ഇത് ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗതാഗത വകുപ്പും നിയമ നടപടിയിലേക്ക് പോകുന്നത്. നമുക്കറിയാം, പെട്ടെന്ന് ഏതാണ്ട് 1 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റിനിടയിലായിരിക്കും ഈ സംഭവങ്ങളൊക്കെ തന്നെ അരങ്ങേറുക. അപ്പോൾ തൊട്ട് പിറകിൽ വരുന്ന വാഹനത്തിൽ ഉള്ളവരായിരിക്കും ഇത്തരം ദൃശ്യങ്ങളൊക്കെ തന്നെ പകർത്തുന്നത്. ഇത്തരം ദൃശ്യങ്ങൾ പകർത്തുന്നത് കൊണ്ട് തന്നെ അത് ഗതാഗത വകുപ്പിന് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. ആ ഉദ്യോഗസ്ഥർ വളരെ അടിയന്തരമായിട്ട് നടപടിയെടുക്കുകയും അവർക്കെതിരെ വാഹനം കസ്റ്റഡി എടുക്കുകയും നിയമ നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ അറിയിച്ചിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. ഗതാഗത വകുപ്പിൻ്റെ ഒരു മുന്നറിയിപ്പും ഇതിനോടൊപ്പം തന്നെ നമുക്ക് ലഭിച്ചിരുന്നു. ഇത്തരത്തിൽ വാഹനത്തിൽ അപകടകരമായിട്ട് സഞ്ചരിക്കുന്നവരുടെ ദൃശ്യങ്ങൾ പകർത്തി അത് RTOയ്ക്ക് അയച്ചു കൊടുക്കണം. അത് നടപടി സ്വീകരിക്കും. കാര്യം മറ്റ് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നടപടി കൂടെ വേണം എന്നൊരു നിർദ്ദേശവും ഗതാഗത വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാവ്യ. ശരി ഷാജഹാൻ, താങ്ക് യു. ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗതാഗത വകുപ്പ് കൃത്യമായ ബോധവൽക്കരണവും മറ്റ് നിയമപരമായ നടപടിക്രമങ്ങളൊക്കെയായി ഈ വിധമുള്ള വിഷയങ്ങളിൽ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ഒരാഴ്ചയുടെ ഇടവേളയിൽ വീണ്ടും സമാനമായ രീതിയിൽ, അപകടകരമായ രീതിയിൽ ഡ്രൈവിംഗ് നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കെ.പി. റോഡിൽ.